നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് വിനി ജൂനിയറുടെ ഏജന്റിനോട് അറിയിച്ചു കഴിഞ്ഞു, ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ കിട്ടണം. റയൽ മാഡ്രിഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു, ആഴ്സണലിൻ്റെ ഓഫർ അത് കോൺക്രീറ്റ് ആണ്. ഇതാ സ്പാനിഷ് മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നു. മാർക്കയുടെ റിപ്പോർട്ട്, ഹോസെ ഫെലിക്സ് ഡയസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം, കഥനാസറിൻ്റെ റിപ്പോർട്ട്, എല്ലാ സ്പാനിഷ് മാധ്യമങ്ങളും ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് റയൽ മാഡ്രിഡും അതുപോലെ വിനിയുടെ ഏജന്റുമാരും തമ്മിൽ ചർച്ചയുണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നതാണ്. ഇപ്പോൾ അത് നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള വിവരങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഗതി വളരെ വ്യക്തമാണ്. റയൽ മാഡ്രിഡ് കൃത്യമായിട്ട് തിരിച്ചറിയുന്നു, വിനി ജൂനിയറുടെ കാര്യത്തിൽ ആഴ്സണലിനുള്ള താല്പര്യം അത് പറഞ്ഞു കേട്ട പോലെ വെറുതെ ഉള്ളതല്ല, അത് കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നീട്ടിക്കൊണ്ടുപോകാനില്ല, ഇമ്മീഡിയറ്റ്ലി തീരുമാനം പറയണം. ഇതാ കഥനാസർ റിപ്പോർട്ട് ചെയ്യുന്നു, റയൽ മാഡ്രിഡിൻ്റെ ഫൈനൽ ഓഫർ വിനീഷ്യസ് ജൂനിയറിൻ്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് 22 മില്യൺ നെറ്റ് ഫിക്സഡ് ആണ്. ഇത് 24 മില്യൺ വരെ വിത്ത് ബോണസ് എത്തിയേക്കാം. അതുപോലെ തന്നെ ആഴ്സണലാണെങ്കിൽ എന്തും കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആഴ്സണൽ ആർ പ്രിപ്പയർഡ് ടു ഗിവ് ഹിം എനിത്തിങ് ഹി വാണ്ട്സ് എന്നാണ് കഥനാസറിൻ്റെ റിപ്പോർട്ട്. അതായത് വിനി എന്ത് ചോദിച്ചോ അത് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ആഴ്സണൽ, അതാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് വാണ്ട് ആൻ ഇമ്മിനന്റ് ഡിസിഷൻ റിഗാർഡിംഗ് വിനി ജൂനിയർ കൺഫേംസ് പറഞ്ഞുകൊണ്ട് മാർക്കയും ഈ കാര്യം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. പിന്നെ റയൽ മാഡ്രിഡ് വാണ്ട്സ് എ ഡെഫിനിറ്റീവ് ആൻസർ ഫ്രം വിനി ജൂനിയർ. ഓഫർ ഫൈനലാണ്. റയൽ മാഡ്രിഡ് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏജന്റുമാരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ആൻസർ, ഡെഫിനിറ്റീവ് ആൻസർ കിട്ടണം. ഈ സാഗ ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനില്ല. അപ്പോൾ ഇനി ഇറ്റ്സ് ഡൗൺ ടു ഹിം. ഇനി വിനി ജൂനിയറാണ് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഫൈനൽ തീരുമാനം പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇനി മറ്റ് ചർച്ചകൾക്ക് റയൽ മാഡ്രിഡ് ഇല്ല. അവർക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഫൈനൽ തീരുമാനം പറയേണ്ടത് വിനി ജൂനിയറാണ്. അവരുടെ ഓഫർ റയൽ മാഡ്രിഡ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. വളരെ വളരെ കൃത്യമായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് റയൽ ഇത്രയേ ഉള്ളൂ, 22 മില്യൺ ആനുവൽ സാലറി, അത് 24 മില്യൺ വരെ എത്താം എന്ന് പറഞ്ഞാൽ അത് ആഡ് ഓൺസ് വെച്ചിട്ടാണ്. ചാമ്പ്യൻസ് ലീഗ് വിന്നിങ്, ബാലൻ ഡ്യൂർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ബോണസ് ആയിട്ട് 2031 വരെ കരാറും. ആഴ്സണലോ എന്തും കൊടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എന്തായിരിക്കും തീരുമാനം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഹോസെ ഫെലിക്സ് ഡയസ് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, റയൽ മാഡ്രിഡ് ഹാവ് നൗ ബീൻ ഇൻഫോംഡ് ദാറ്റ് ആഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻ വിനി ജൂനിയർ ഈസ് റിയൽ ആൻഡ് കോൺക്രീറ്റ്. അപ്പോൾ റയൽ മാഡ്രിഡ് പ്ലെയറോട് ചോദിച്ചിട്ടുണ്ട് ഫൈനൽ ഡിസിഷൻ എന്താണെന്നുള്ളത്, അത് ഇമ്മീഡിയറ്റ്ലി പറയണമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റയലിൻ്റെ മെസ്സേജ് വളരെ വ്യക്തമാണ്, നോബഡി ഈസ് എബവ് റയൽ മാഡ്രിഡ്. ഇനി മറ്റൊരു കാര്യം കൂടി ഹോസെ ഫെലിക്സ് ഡയസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ കൂടുതൽ ക്രൂഷ്യലായിട്ട് ഇപ്പോൾ പലയിടത്തും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആഴ്സണലിൻ്റെ ലോക്കർ റൂം വിശ്വസിക്കുന്നു വിനി ജൂനിയർ അവരോടൊപ്പം ജോയിൻ ചെയ്യുമെന്ന്. ആൻഡ്രിയ ബെർട്ട പലരോടും ഇത് ഇൻഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, വിനി ജൂനിയർ വരുന്നു എന്നുള്ളത്. കോൺഫിഡൻ്റ് ആണ് ആ കാര്യത്തിൽ എന്ന് ഈവൻ ചില താരങ്ങളോടും ഇക്കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. സോ ഒരു എക്സിറ്റിൻ്റെ മണം അടിക്കുന്നുണ്ട്. പക്ഷേ ഫൈനലായിട്ട് കാര്യം പറയേണ്ടത് വിനി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.